Is it the right thing? Is it the right thing for me right now? Is it the right thing for me right now? എന്താ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ. ഈസ് ഇറ്റ് ദ റൈറ്റ് തിങ്? റൈറ്റ് തിങ് മീൻസ് ഓപ്പർച്യൂണിറ്റി. ഫോർ മീ കേപ്പബിലിറ്റി. റൈറ്റ് നൗ ടൈമിങ്. COT. ഈസ് ഇറ്റ് ദ റൈറ്റ് തിങ് ഫോർ മീ അറ്റ് ദ റൈറ്റ് നൗ? COT. ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് വന്ന നിങ്ങളോട് എൻ്റെ ചോദ്യം, ഈസ് ഇറ്റ് ദ റൈറ്റ് തിങ് ഫോർ യു റൈറ്റ് നൗ? ഇത് മൂന്നിനും യെസ് ആണ് ഉത്തരവെങ്കിൽ യു ക്യാൻ എക്സ്പാൻഡ്. ഐ വിൽ ടീച്ച് യു ഹൗ ടു എക്സ്പാൻഡ്. അതല്ല എങ്കിൽ ആൻസർ ഈസ് നോ. ഡോണ്ട് എക്സ്പാൻഡ് നൗ. ഇനി ആർക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യണ്ടേ? യെസ്. ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ഫോർ മീ. വി ഷുഡ് ഡെവലപ്പ് ദാറ്റ് കേപ്പബിലിറ്റി. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച്, ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും 5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് എന്താ സംഭവിച്ചേ? ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെ ഉണ്ട്, നമ്മളുടെ കേപ്പബിലിറ്റി കൂട്ടി. അപ്പോൾ 5 കൊല്ലത്തിന് അപ്പുറമുള്ള കാര്യം ഒന്ന് ആലോചിച്ചേ. ഈ പറയുന്ന അവസരം അന്നും അവിടെ ഉണ്ടാവും, വെറുതെ വെക്കണ്ട. എന്തിൽ ഫോക്കസ് ചെയ്യും? കേപ്പബിലിറ്റി. അപ്പോൾ ഇതാ നമ്മൾ ഈ കേപ്പബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, ടൈമിങ്, നമ്മൾ നമ്മുടെ സ്വീറ്റ് സ്പോട്ട് പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ആനന്ദേ, ദിസ് ഈസ് കോൾഡ് ഫോർച്യൂൺ. ഫോർച്യൂൺ. ഗ്രേറ്റ് തിങ്സ് നടക്കുന്നത് എവിടെയാ? വെൻ യു ഹാവ് ദ റൈറ്റ് കേപ്പബിലിറ്റി മീറ്റിംഗ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. ഇതാണ് ഫോർച്യൂൺ. പുറത്തേക്കുന്നവർ പറയും അവന് ഭയങ്കര ഭാഗ്യം കേട്ടോ, ഇവിടെ ചുമ്മാ കളിച്ച് നടന്ന ചെറുക്കനാ, ഇപ്പോൾ അവൻ്റെ ലെവൽ കണ്ടില്ലേ? നോ നോ നോ. ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ റൈറ്റ് ടൈമിൽ ഞാൻ കേപ്പബിളായിരുന്നു. ദിസ് ഈസ് വാട്ട് ഐ ഡിഡ്. കോവിഡ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം തേടി വന്നപ്പോൾ, എന്നെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ടൈമിങ് കറക്റ്റായി. കാരണം നിങ്ങൾക്കൊന്നും ഒരു പണിയില്ല, നിങ്ങളെല്ലാവരും വീട്ടിൽ കയറിയിരിക്കുന്നു, കട തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നിഷാദ എന്ത് ചെയ്യാൻ പറ്റിയത്? കിങ്സ് ക്ലബ്ബ് രൂപീകരിക്കാനും കമ്മ്യൂണിറ്റി ഫോം ചെയ്യാനും എൻ്റെ ലൈഫ് മാറ്റാനും പറ്റിയത്. ഞാൻ ഓപ്പർച്യൂണിറ്റി തേടി പോയില്ല 2017, 18, 19, 20. പകരം ആ സമയത്ത് എൻ്റെ കേപ്പബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് വെൻ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കെയിം ഐ ബിക്കെയിം ദ ഓൺലി വൺ. എൻ്റെ അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന, എൻ്റെ അത്രയും പ്രിപ്പയർ ചെയ്യുന്ന ഒരൊറ്റ ട്രെയിനർ ഇന്ന് മലയാളത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദ ഓൺലി വൺ എന്ന് അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഐ ആം ദ ഓൺലി വൺ ഡെവലപ്പിംഗ് ദ കേപ്പബിലിറ്റി. ബാക്കി എല്ലാവരും കോണ്ടന്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. എവറി ഡേ നിങ്ങളുടെ മുന്നിലാണ് ഞാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ആണോ? കഴിഞ്ഞ വർഷത്തെ എൻ്റെ പ്രസൻറ്റേഷൻ ഈ രീതിയായിരുന്നോ? ആണോ? 3 മാസം മുന്നേ ഉള്ള എൻ്റെ ടോപ്പിക് ഇങ്ങനെ ആയിരുന്നോ? ഓരോ ദിവസവും ഈ ഇരിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, പുതിയ ആളുകളോട്. 5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉള്ളവരെ ഇവരൊക്കെ. എന്താ അതിൻ്റെ അർത്ഥം? കേപ്പബിലിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ പ്രീമിയം സെല്ലിങ് നമ്മളങ്ങോട്ട് പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിന് ഇപ്പം നാട്ടിലുള്ള ട്രെയിനർമാരെല്ലാം പ്രീമിയം 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 സെല്ലിങ്. വി ഷുഡ് ബി ദ ട്രെൻഡ് സെറ്റർ ഇൻ അവർ ഇൻഡസ്ട്രി. അപ്പോഴാണ് നമ്മൾ ആ കുളത്തിലെ വലിയ മീനാകുന്നത്. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവർ നോക്കി നമ്മുടെ പിന്നാലെ വരണം. നമ്മൾ പോകുന്നതെല്ലാം ബ്ലൂ ഓഷ്യൻ, നമ്മൾ അവശേഷിപ്പിച്ചത് പോകുന്നതെല്ലാം റെഡ് ഓഷ്യൻ. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അടിച്ചു നോക്കണം, എത്ര സെയിൽസ് ട്രെയിനേഴ്സ് ആണെന്നറിയോ? എത്ര പേരാ സെയിൽസ് വീഡിയോസ് ചെയ്തിടുന്നതെന്നറിയോ? തട്ടി നടക്കാൻ വയ്യ. ആരാ തുടങ്ങി വെച്ച്? നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ 2016 നവംബർ 1 ആദ്യമായിട്ടിട്ട വോയിസാണ്.